ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് എത്രയാണ് 0.6 ആണ്. സോ ഡിഫറൻസ് കാണാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തു. അതായത് 1.7 മൈനസ് 0.6 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1.1 കിട്ടി. ദെൻ n ഈക്വൽ ടു 100. ഇത് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് അറിയാലോ അല്ലേ, വേറെ ഒന്നുമില്ല, 1.7ഉം പിന്നെ എന്താണ് 0.6ഉം ആണ്. റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയത്, ഇവിടെ 1 ഇവിടെ 1 മിഡിലൊരു 1. ഓക്കെ, 1.1. അപ്പോൾ നമുക്ക് ഇതേ സെയിം ഫോമുല തന്നെയാണ് കേട്ടോ അവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യനിലും എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എസ് എൻ ആണ്. സോ എസ് എൻ ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഫോമുല. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ എത്രയാണ്, ആദ്യത്തെ 100 ടേംസിൻ്റെയാണ് കാണാൻ പറ്റുള്ളത്. അതുകൊണ്ട് എന്നിൻ്റെ അവിടെ എന്തെഴുതാം, S100 എന്ന് എഴുതാം. ഈക്വൽ ടു n/2 എന്ന് പറയുമ്പോൾ എത്ര വരും, 100/2 വരും. ദെൻ 2 ഇൻറ്റു എ ആരാണ്, 0.6 ആണ്. സോ 2 ഇൻറ്റു 0.6 പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, 100 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്, 1.1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം, S100 ഈക്വൽ ടു ഇതിൽ പോവും, എത്ര ടൈംസ് പോവും, 50 ടൈംസ് പോവും. സോ 50 എഴുതി. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കിയേ, 6 2 സാർ എത്രയാണ്, 12 ആണ്. ഇവിടെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണല്ലോ പോയിൻ്റ്, സോ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ 99 ഇൻറ്റു 1.1. ക്ലിയർ ആയല്ലോ. അടുത്തത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 50 ഇടണം. ദെൻ നമുക്ക് ബ്രാക്കറ്റിൽ തന്നെ 1.2 പ്ലസ് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക അല്ലേ. ഇത് രണ്ടും കൂടി നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്കത് ചെയ്യാം, 99 ഇൻറ്റു 11. അപ്പോൾ എത്ര, 1.1 ആണ് കേട്ടോ, 99 ഇൻറ്റു. സോ 9, ഇവിടെ എന്ത് വരും 9, ഇവിടെ എന്ത് വരും 9, ഇവിടെ എന്ത് വരും 9. കണ്ടോ, അപ്പോൾ 9 ഇവിടെ എത്ര കിട്ടി, 18, ഇവിടെ എത്ര കിട്ടി, ഇത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഇവിടെ ഒരു പോയിൻ്റ് മാറ്റാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു പോയിൻ്റ് മാറ്റുമ്പോൾ നമുക്ക് കിട്ടി 108.9 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 50 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 110.1 കിട്ടും. ഇത് ആഡ് ചെയ്യുമ്പോഴും തെറ്റിക്കരുത് കേട്ടോ. അതായത് ഇവിടെ ഇടുക 1.2 നോക്കിയേ, 11 കിട്ടും അല്ലേ. 9 പ്ലസ് 2 എത്രയാണ്, 10 11. ബാലൻസ് 1, ഇവിടെ എന്ത് കിട്ടി, 10 കിട്ടി. ഇവിടെ 1 വന്നു, ഇവിടെ 1, ഇവിടെ കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ആൻസർ കിട്ടിയല്ലോ. ഇനി ഇത് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5505. അപ്പോൾ നമ്മുടെ S100 എത്രയാണ്, ആദ്യത്തെ 100 ടേംസ് നമ്മൾ പ്ലസ് ചെയ്ത് സം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5505. ക്ലിയർ ആയില്ലേ, വളരെ എളുപ്പമല്ലേ. Hi children, welcome to LK LS2 Maths class. ഇന്ന് നമ്മൾ CBSE 5th ചാപ്റ്ററിലെ എക്സസൈസ് 5.3 ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ്. ഇതാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ നോക്കിയേ, 2 7 12 അത് കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. 2 10 ടേംസ്, ഇതിൻ്റെ സം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ സം കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ SN = സം ഓഫ് n നമ്പേഴ്സ് എന്നാണ് കേട്ടോ. ഇവിടെ എത്രാമത്തെ നമ്പേഴ്സ് വേണമെങ്കിലും വരാം. സോ സം ഓഫ് n നമ്പേഴ്സ് എന്ന ഫോർമുല എന്താണ്, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല. സോ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എ എന്ന് പറയുന്നത് അല്ലേ, ഇതിൽ നോക്കി ഇക്വേഷനിൽ ഒരു എ ഉണ്ട്. സോ ഇതിനകത്ത് എ ഏതാണ്, 2 ആണ്. സോ നമുക്കതെടുത്ത് എഴുതാം അല്ലേ, എ ഈക്വൽ ടു 2 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഡി വേണം. ഡി ഈക്വൽ ടു എന്തായിരിക്കും, ഇതിൻ്റെ സെക്കൻഡ് ടേം മൈനസ്, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 7 മൈനസ് 2 നമുക്ക് എന്താ കിട്ടുക, 5ഉം കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, A2 ഉണ്ട്, പിന്നെ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആകെ 1 2 3 3 ടേംസാണ് തന്നിട്ടുള്ളത്. ഇതിൽ 10 ടേംസിൻ്റെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് n അല്ലേ. n എന്ന് പറയുന്നത് ഈ n ആണ്, ഈ പറഞ്ഞ 10 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ 10. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കുണ്ട്. ഇത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ n ഈ 10 ആണ്. അങ്ങനെയാണെങ്കിൽ SN എന്ന് പറയുന്നത് എന്തെഴുതാം, നമുക്ക് S10 എന്ന് എഴുതി കൂടെ. കണ്ടോ, S10 ഈക്വൽ ടു എന്തെഴുതണം, ഇവിടെ n/2 എന്നാണ്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, 10 തന്നെയാണ്. സോ 10/2 ഇൻറ്റു 2 ഇൻറ്റു a. കണ്ടോ, 2a എന്ന് പറയുമ്പോൾ എന്താ, 2 ഇൻറ്റു a അല്ലേ. സോ a ആരാണ് ഇവിടെ, 2 ആണ്. ക്ലിയർ ആയല്ലോ. ദെൻ ഈ പ്ലസ് എടുക്കുക.
കണ്ടോ ഇവിടെ n/2 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 10/2 എഴുതി ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറഞ്ഞപ്പോൾ 2 ഇൻറ്റു എ ആരാണ് ഇവിടെ 2 തന്നെയാണ് പ്ലസ് എന്താ നമുക്ക് വേണ്ടേ n-1 n നമുക്കറിയാലോ 10 ആണ് സോ 10-1 പിന്നെ ഡിഫറൻസ് നമുക്കറിയാം ഈ കിടക്കുന്നത് നമ്മുടെ ഡിഫറൻസ് കണ്ടോ d ഈക്വൽ ടു നമ്മൾ കണ്ടെത്തി ഈക്വൽ ടു എന്ത് എഴുതണം 5 എഴുതണം സോ S10 ഈക്വൽ ടു 10/2 ഇൻറ്റു 2 സാർ എത്രയാ 4 പ്ലസ് ഇത് എത്രയും വരും 9 അല്ലേ 10-1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 5 ക്ലിയർ ആയല്ലോ ഇനി നോക്കിയാൽ ഈ 2 ഇതിൽ പോവില്ലേ 5 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തെഴുതാം S10 ഈക്വൽ ടു 5 ഇൻറ്റു 4 പ്ലസ് 40 ഓക്കെ ആണല്ലോ ഇത്രയും കിട്ടി 4 പ്ലസ് 40 അല്ലേ 9 സാർ എത്രയാണ് 45 9 45 ഈ 4 പ്ലസ് 9 45 അപ്പോൾ നമ്മൾക്ക് അടുത്തത് എന്തെഴുതണം S10 ഈക്വൽ ടു എന്തെഴുതണം നമുക്ക് 5 ഇൻറ്റു ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക 49 ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 9 45 ബാലൻസ് 2 then 4 20 പ്ലസ് 2 24 കണ്ടോ അപ്പോൾ S10 നമുക്ക് കിട്ടി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത് ഈ ഒരു സീക്വൻസിൽ ഈ 2 7 12 എന്ന് പറഞ്ഞ് പോകുന്നതിൽ ആദ്യത്തെ 10 ടേംസ് ആഡ് ചെയ്താൽ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ആദ്യത്തെ 10 ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 245 ക്ലിയർ ആയല്ലോ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഇതാണ് കേട്ടോ -37 -33 -29 ടു 12 ടേംസ് ഈ ആദ്യത്തെ 12 ടേംസിൻ്റെ സം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മുടെ സെയിം ഫോർമുല തന്നെയാണ് നമ്മുടെ ഫോർമുല എന്താണ് SN ഈക്വൽ ടു n/2 അല്ലേ SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് നമ്മുടെ ഫോർമുല അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് എഴുതണം എ എടുത്ത് എഴുതിയിരിക്കണം നമുക്ക് എഴുതാം അല്ലേ a ഈക്വൽ ടു -37 ക്ലിയർ ആയല്ലോ നമുക്ക് എന്ത് കണ്ടെത്തണം നമുക്ക് ഡിഫറൻസ് കാണണം ഡിഫറൻസ് എങ്ങനെ കാണുക സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് ശ്രദ്ധാപൂർവ്വം ചെയ്യണം -33 മൈനസ് -37 കണ്ടോ അപ്പോൾ നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം -33 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇവിടെ എന്തായി +37 ആയി ക്ലിയർ ആയില്ലേ അപ്പോൾ അത് രണ്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എത്രയായിരിക്കും കിട്ടുന്നത് ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 4 കിട്ടും അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ therefore d നമുക്ക് കിട്ടി എന്താണ് കണ്ടോ 4 കിട്ടി നമുക്ക് അല്ലേ അങ്ങനെ നമ്മൾ ഡിഫറൻസും കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഇക്വേഷനിൽ ആരേ വേണ്ടേ n വേണം n എത്രയായിരിക്കും 12 ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് അതുകൂടി അങ്ങ് എഴുതി വയ്ക്കാം അല്ലേ n ഈക്വൽ ടു എത്രയാണ് 12 ഇനി നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ കണ്ടോ SN ഈക്വൽ ടു n/2 അപ്പോൾ SNൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം S12 എന്ന് എഴുതാം അല്ലേ ഇനി n/2 എന്ന് പറയുമ്പോൾ എന്തെഴുതണം നമുക്ക് 12/2 ഇനിയോ ബ്രാക്കറ്റിൽ 2a സോ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ് -37 ക്ലിയർ ആയല്ലോ കണ്ടോ 2a എന്ന് പറഞ്ഞപ്പോൾ 2 ഇൻറ്റു -37 പ്ലസ് n-1 ഇൻറ്റു d ആണ് അപ്പോൾ n എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ 12 ആണ് സോ 12 - 1 ഇൻറ്റു d എത്രയാണ് കിട്ടിയത് 4 ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കിയേ ഇതിൽ പോയില്ലേ 6 ടൈംസ് പോയി അപ്പോൾ നമുക്ക് എന്തെഴുതാം S12 ഈക്വൽ ടു ഇവിടെ 6 ഇനി ഈ 2 ഇൻറ്റു 37 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത് -37 ആണ് കേട്ടോ അതുകൊണ്ട് നെഗറ്റീവ് എത്ര കിട്ടും നോക്കിക്കേ 74 കിട്ടും ഇൻറ്റു ഇനി നമുക്ക് 12ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്യുക 12ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 11 ഇൻറ്റു 4 കിട്ടി ഓക്കെ ആണല്ലോ 11 ഇൻറ്റു 4 ബാക്കി ഇനി ഇപ്പുറത്തെ പേജിലേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ 11 ഇൻറ്റു 4 ആണ് അപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി ബാക്കി എന്ത് വരണം നമുക്ക് S12 ഈക്വൽ ടു എന്ത് വരും 6 ഇൻറ്റു -74 പ്ലസ് 11 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി 44 ക്ലിയർ ആയില്ലേ ഇനി എന്താ വേണ്ടേ S12 ഈക്വൽ ടു 6 ഇൻറ്റു ഇത് നോക്കിയാൽ -74ഉം 44 ആണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ വലിയ നമ്പറിൻ്റെ മുന്നിൽ എന്താണ് നെഗറ്റീവാണ് കിടക്കുന്നത് സോ ഇവിടെ എന്ത് എഴുതണം നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് -30 ആയിരിക്കും കിട്ടുക കണ്ടോ 74ഉം 44ഉം ആണ് 4ഉം 4ഉം റെഡ്യൂസ് ചെയ്ത് 0 7 - 4 റെഡ്യൂസ് ചെയ്ത് എന്താണ് 30 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ S12 ഈക്വൽ ടു ദിസ്
6 3 സാർ എത്രയാണ് 18, ദെൻ 0. പക്ഷേ ഇവിടെ ആരാ ഉള്ളത്, ഒരു നെഗറ്റീവ് ഉണ്ട്, സോ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. S12ൻ്റെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് 1/15, 1/12, 1/10 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് ടു 11 ടേംസ്. അപ്പോൾ ആദ്യത്തെ 11 ടേംസിൻ്റെ സമ്മാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കിവിടെ എടുത്തെഴുതാം. നമ്മുടെ ഇക്വേഷനൊക്കെ ആദ്യത്തെ പോലെ തന്നെയാണ്. ഇവിടെ എന്തെടുത്തെഴുതാം, എസ് 1/15, A 1/15 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, ഡി കാണണം. ഡി എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. സോ 1/12 മൈനസ് 1/15 ആണ്. ഓക്കെ, സോ 1/12 മൈനസ് 1/15 ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒന്ന് LCM കണ്ടെത്തണം. കാരണം ഇങ്ങനെയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 12ൻ്റെയും 15ൻ്റെയും LCM കാണാൻ വേണ്ടിയിട്ട് ഇത് 2 6 2s 12, ഇതിൽ 15ൽ പോവില്ല. സോ അഗെയിൻ നമുക്ക് എന്തെടുക്കാം, 2 എടുക്കാം. 3 2s 6, 15ൽ പോവില്ല അല്ലേ. ഇനി 3 എടുക്കാം. 3 1 is to 3, ഇതിൽ എത്ര ടൈംസ്, 5 ടൈംസ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം LCM കാണാനായിട്ട്. LCM is equal to 2 into 2 into 3 into 5. സോ നമുക്ക് എന്ത് കിട്ടും, 2 2s 4, 4 3s 12, 12 into 5 എത്ര കിട്ടുക, 60. സോ നമുക്ക് LCM 60 കിട്ടി. ഇനി നമുക്കിതാ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 12 60ൽ എത്ര ടൈംസാണ് പോവുക, 12 5 ടൈംസ് പോകും. സോ ഇവിടെ ഇൻറ്റു 5 കൊടുക്കുക, ഇവിടെയും ഇൻറ്റു 5 കൊടുക്കുക. 15 ഇതിൽ എത്ര ടൈംസാണ് പോവുക, 15 into 4 അല്ലേ, ഇവിടെ 4 കൊടുക്കുക, ഇവിടെയും ഇൻറ്റു 4 കൊടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 into 5 5, 12 into 5 എത്രയാണ്, 60, മൈനസ് 1 into 4 4, 15 into 4 എന്താണ്, 60 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൻസർ 1/60 കിട്ടും അല്ലേ. 5 - 4 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്, എയും ഉണ്ട് ഡിയും ഉണ്ട്. ഇനി നമുക്ക് എൻ എത്രയാണെന്ന് എടുത്തെഴുതണം അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11 ടേംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കണ്ടോ. സോ അതുകൊണ്ട് എൻ നമുക്ക് എന്താണ്, 11 ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എടുത്തെഴുതാം. എന്താണ് ഇക്വേഷൻ, Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു ഡി ആണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, Sn എന്ന് പറയുന്നത് S11 എന്ന് കൊടുക്കാം. ഇനി n എന്ന് പറയുന്നത് എത്രയാണ്, 11/2. ഓക്കെ ആണല്ലോ. 11/2 ഇൻറ്റു 2 ഇൻറ്റു എ. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 2 ഇൻറ്റു 1/15 അല്ലേ. എ എന്ന് പറയുന്നത് 1/15 ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ അത് എവിടെയുണ്ട് കണ്ടോ, A 1/15 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. സോ 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 1/15, ദെൻ പ്ലസ് ഇടുക n - 1. n - 1 എന്ന് പറയുമ്പോൾ n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, 11 ടേം അല്ലേ. അപ്പോൾ L - 1. പിന്നെ ഡിഫറൻസ് നമ്മളിപ്പോൾ കണ്ടെത്തി. എത്രയാണ് നമ്മുടെ ഡിഫറൻസ്, അതേ കിടക്കുന്നു 1/16. സോ നമുക്കിവിടെ 1/60 ഇവിടെ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് തന്നെ എടുത്തെഴുതുക. 11/2 ഇൻറ്റു 1 ഇൻറ്റു 2 എത്രയാണ്, 2/15 പ്ലസ് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും, 11 - 1 10 ഇൻറ്റു 1/60. നോക്കിയാൽ ഇതൊക്കെ കട്ടായിപ്പോയി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 1/6 ഉള്ളൂ. സോ നമുക്കൊന്നുകൂടി എടുത്തെഴുതാം. എന്തെഴുതണം, 11/2 ഇൻറ്റു 2/15 പ്ലസ് 1/6. കണ്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും നമുക്ക് LCM എന്ത് ചെയ്യേണ്ടി വന്നു, ഈക്വലൈസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ എത്രയാണ്, 15ഉം ഇവിടെ 6ഉം ആണ്. സോ നമുക്ക് അതിൻ്റെ LCM കാണാനായിട്ട് എന്ത് ചെയ്യണം, ഇതവിടെ ചെയ്യാം കേട്ടോ. 15ഉം 6ഉം ആണല്ലോ. അപ്പോൾ 15ഉം 6ഉം എഴുതി, ഇത് 2 എഴുതി, 2ൽ പോവില്ല, അത് തന്നെ എടുത്തെഴുതി. 3 2s 6 എഴുതി. ഇനി വീണ്ടും എന്ത് ചെയ്യുക, 3 5s 15ഉം ഇവിടെ ഇത് കണ്ടോ. അപ്പോൾ 2 3s 6, 6 ഇൻറ്റു 5 എത്ര കിട്ടിയത്, 30. അപ്പം നമുക്ക് LCM ഇവിടെ എത്ര കിട്ടിയത്, LCM നമുക്ക് കിട്ടിയതാണ് 30 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതാം കേട്ടോ. 11/12 ബ്രാക്കറ്റിൽ തന്നെ ഇടാം. 2/15 പ്ലസ് 1/6 ആണ്. 30ൽ 15 എത്ര ടൈംസ്, 2 ടൈംസ്. സോ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 എത്ര ടൈംസ് ആവുകയാണ്, 30ൽ 5 ടൈംസ്. ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ എടുത്ത് എഴുതാം കേട്ടോ. 11/12 ദെൻ ബ്രാക്കറ്റിൽ കിടക്കുന്നത് നമുക്ക് എത്രയാണ്, 2 2s എത്ര കിട്ടിയത്, 4/60. പിന്നെ എന്ത് കിട്ടി, 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 5/6 5s അല്ല സോറി
ഇവിടെ 30 ആണ് കേട്ടോ. 5 × 3 എന്ന് പറയുന്നത്, അല്ല 5 × 2 എന്ന് പറയുന്നത് 30 ആണ്. ദെൻ ഇവിടെ എന്താ, ഇവിടെയും 30 തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അത് LCM 30 അല്ലേ കിട്ടിയത്, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 11/12 എഴുതുക. പിന്നെ എന്ത് കൊടുക്കുക അവിടെ, ഇൻറ്റു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി, 9/30 അല്ലേ. അപ്പോൾ 3 ഇതിൽ പോവും, 3 ടൈംസ്. ഇതിൽ എത്ര ടൈംസ് പോവും, 10 ടൈംസും പോവും. ഓക്കെ. സോ ഇവിടെ 11/12 അല്ല, സോറി കേട്ടോ, എല്ലാം എഴുതി മാറിപ്പോയേ, 2 ആയിരുന്നു കേട്ടോ. എങ്ങനെയോ അത് ഞാൻ 12 എഴുതി. ഇവിടെയും അതെ 11/2 ആണ്. കണ്ടോ, മുകളിലൊക്കെ കണ്ടോ 11/2 അല്ലേ, അറിയാണ്ട് എഴുതിപ്പോയതാണ് കേട്ടോ 12. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്, 11/2 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി, 3/10 കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം, 33/20. അപ്പോൾ നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കണ്ടോ 11 ടേമിൻ്റെയാണ്, സം ഓഫ് 11 ടേം. സോ നമുക്കിവിടെ എന്താ എഴുതാമെന്ന് നോക്കിയേ, S11 = എത്ര കിട്ടി, 33/20 കിട്ടി. ക്ലിയർ ആയല്ലോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിരിക്കുന്നത്, നമുക്ക് ഫ്രാക്ഷനിലായിരുന്നു. അപ്പോൾ ഈ 11 ഇങ്ങനെ എഴുതി പോകുമ്പം 10 ടേംസുകൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സം എത്രയാണെന്ന് നമുക്കിവിടെ കിട്ടിയത്, S11 = 33/20. ഓക്കെ, താങ്ക് യു.